അസ്സലാമലൈക്കും, നമസ്കാരം. ഞാനിപ്പോൾ ഒന്ന് സതിലെ പ്രാവശ്യം വീണ്ടും ഓർമ്മിക്കാട്ടോ. ഞാൻ മുമ്പ് ഓൺവേഴ്സ് വീഡിയോ ഇട്ടിരുന്നു. എക്സിറ്റ് അടിച്ചാൽ നോർമലായിട്ട് കമ്പനിയോ കഫീലോ ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഇക്കാമ തീരുന്നതിന് മുമ്പാണ് കറക്റ്റ് സമയത്ത് കയറി പോകണമെന്നുണ്ട്. അങ്ങനെ കയറി പോകാതെ ഇവിടെ നിന്ന് 2-3 മാസം പിന്നെ എക്സിറ്റ് അടിച്ചിട്ട് ടൈമും കഴിഞ്ഞു, ഇക്കാമ എക്സ്പയറായി, ഓട്ടോമാറ്റിക് ഉറപ്പായ ഒരുപാട് പേരുണ്ട്. ഇവർക്കൊന്നും ഇനി എംബസിയൊക്കെ പോയാലും തിരിച്ചു വരാൻ കഴിയില്ല. ഇവിടുന്ന് ഇനി അത് ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ആ സ്പോൺസറെ പിന്നെ ലെറ്റർ ചേംബർ ചെയ്ത പേപ്പർ ഉണ്ടെങ്കിൽ എക്സിറ്റും ഔറൂബും മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ തുടരാനും മറ്റും കഴിയുള്ളൂ. അല്ലാതെ നിങ്ങൾ നാട്ടിലേക്ക് മറ്റേ ഏതെങ്കിലും വിധത്തിൽ കയറിപ്പോയാൽ തിരിച്ചു വരാൻ കഴിയില്ല. അപ്പോൾ എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഇക്കാമ തീരുമ്പോൾ കയറി പോവുക, അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കും. ചില ആളുകളുടെ എക്സിറ്റ് അടിച്ച് പോവാതെ തിരിഞ്ഞു പറഞ്ഞു നിന്ന് ഏതെങ്കിലും കമ്പനിയെ ബന്ധപ്പെടും. അപ്പോൾ കമ്പനി പറയും ഞങ്ങൾ സ്പോൺസർഷിപ്പ് കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ സമയം കൊണ്ടുപോയി അവസാന റൂമിലേക്കാണ് പിന്നെ പോവുക. ഇനി അവർ മാറ്റിയാലും നിങ്ങൾ പഴയ സ്പോൺസറെ സമ്മതമില്ലാതെ നിങ്ങൾ ആ എടുക്കുന്ന സ്പോൺസർ കമ്പനി നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ സ്പോൺസർഷിപ്പ് മാറ്റിയാലും ആ പഴയ സ്പോൺസർ അറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോൺസർ കേസ് കൊടുത്താൽ നിങ്ങൾക്ക് പണി വീഴും. അങ്ങനെ ഒരാളെ കുടുങ്ങിയിട്ടുണ്ട്. എക്സിറ്റ് അടിച്ച് പോയില്ല, അദ്ദേഹം പോകാതെ നിന്ന് മറ്റൊരു കമ്പനി ഞങ്ങൾ സ്പോൺസർഷിപ്പ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മറ്റൊരു കമ്പനിയിലേക്ക് സ്പോൺസർഷിപ്പ് ചെയ്ത വിധത്തിൽ അവൻ മാറ്റി, പഴയ സ്പോൺസർ സമ്മതമില്ലാതെ. ഇപ്പോൾ ആ പഴയ സ്പോൺസർ അതിൻ്റെ പേരിൽ കേസ് കൊടുത്തു. എൻ്റെ സമ്മതമില്ലാതെ എങ്ങനെ ഞാൻ എക്സിറ്റ് അടിച്ചിട്ട് അവൻ സ്പോൺസർഷിപ്പ് മാറി വെച്ചിട്ട് അവൻ കുടുങ്ങി. അപ്പോൾ എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് കയറി പോവുക, അല്ലെങ്കിൽ പണി വീഴും കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ ആ സ്പോൺസർ എക്സിറ്റ് ക്യാൻസലാക്കി നിങ്ങൾ സമ്മതം തന്നിട്ട് കഫാലത്തോട്ട് മാറാവുന്നതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേപ്പർ വേണം. മറക്കണ്ട. എന്ത് സംശയം എടുക്കാം. അസ്സലാമു അലൈക്കും.